ആശാ വർക്കർമാർ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്, അല്ലെ സ്ത്രീകളാണ്. സ്ത്രീപക്ഷ ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്, തൊഴിലാളി പക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവരാണ്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. അതിന് മുന്നേയുള്ള മാസത്തിൻ്റെ ഇൻസെൻറ്റീവ് തന്നിട്ടില്ല, പൾസ് പോളിയോയുടെ തന്നിട്ടില്ല, ലെപ്രസി സർവേയുടെ തന്നിട്ടില്ല. പൊരുവെയിലത്ത് ഞങ്ങളെ കൊണ്ട് പണിയെടുക്കുന്നതിന് ഒരു കണക്കുമില്ല. പക്ഷേ ആശാ വർക്കർമാർക്ക് തരാൻ പൈസയില്ല. അപ്പോൾ തൊഴിലാളിക്കും പണിയെടുക്കുന്നവർക്കും കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന അതേ ഗവൺമെൻറ് തന്നെ അവരുടെ ഖജനാവിൽ നിന്ന് ഈ ജനങ്ങൾ കൊടുത്ത നികുതിപ്പണമെടുത്ത് കുത്തിച്ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീപക്ഷമല്ല, സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ്. തൊഴിലാളി പക്ഷമല്ല, തൊഴിലാളികൾ തെരുവിൽ സമരം ചെയ്യാണ്. അത് പരിഗണിക്കുന്നില്ല, പരിഹസിക്കുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ പ്രവർത്തകർ ആറന്മുള നിയമസഭാ മണ്ഡലത്തിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ നേതൃത്വം നമ്മോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ആറന്മുള മണ്ഡലം തന്നെ തിരഞ്ഞെടുത്തത്? ഈ കേരളമെമ്പാടും നമ്മളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടനയിലുള്ള ആളുകൾ ഈ സർക്കാരിനെതിരെ ഉള്ള പ്രചരണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് വോട്ട് ചെയ്യരുതെന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ട് ആറന്മുളയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെയുള്ള പ്രചാരണമാണ്. ആറന്മുളയിൽ നമ്മൾ പ്രത്യേകമായി വന്നത് ആശാ വർക്കർമാർ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്, അല്ലെ സ്ത്രീകളാണ്. ആ സ്ത്രീ തൊഴിലാളികൾ 9 മാസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു. എന്തായിരുന്നു ഡിമാൻഡ്? ഈ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വേതനം, മിനിമം വേതനം നൽകുമെന്ന് പറഞ്ഞ് ദിവസം 700 രൂപ അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. 9 മാസം ഒരു വനിതാ മന്ത്രി ഭരിക്കുന്ന വകുപ്പിന് കീഴിൽ രാപകലന്നെ പണിയെടുക്കുന്ന 27,000-ഓളം വരുന്ന സ്ത്രീ തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്ത് ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ട് എന്ത് ജനാധിപത്യ വിരുദ്ധമായി, സ്ത്രീ വിരുദ്ധമായി എന്ത് സമീപനമാണ് ഇവർ സ്വീകരിച്ചത്? അതിലുള്ള പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ആറന്മുളയിലേക്ക് വന്നിട്ട്. എന്താണ് ഈ നോട്ടീസ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്? നോട്ടീസിൽ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലപാടാണ്. അത് ആശാപ്രവർത്തകരുടെ മാത്രമല്ല, ഇതര മറ്റ് വിഭാഗങ്ങളുടെ, ഇപ്പോൾ KSRTC ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആശാ തൊഴിലാളികൾ ഈ സ്ത്രീപക്ഷ ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്, തൊഴിലാളി പക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവരാണ്. എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിച്ച് പാവപ്പെട്ടവൻ്റെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 266 ദിവസം സ്ത്രീകളെ തെരുവിലിരുത്തി. എന്തിനാണ്? അവർ പറഞ്ഞ 700 രൂപ ആവശ്യപ്പെട്ടപ്പോൾ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഈ പത്തനംതിട്ടയിൽ അവരുടെ സംസ്ഥാന നേതാക്കൾ മൈക്ക് കെട്ടിവെച്ച് ഞങ്ങളെ ആക്ഷേപിച്ചു. അപ്പോൾ ഒരു നടപടി എടുത്തില്ല അത്തരം ആളുകൾക്കെതിരെ. എന്ന് മാത്രമല്ല, ഞങ്ങൾ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 100 രൂപ. അവർ 700 രൂപ തരുമെന്ന് പറഞ്ഞു. അത് 233 രൂപയിൽ നിന്ന് 330 രൂപയെങ്കിലും ആക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലും ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോൾ കോടികൾ മുടക്കി ഇവിടെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോടികൾ. അപ്പോൾ തൊഴിലാളിക്കും പണിയെടുക്കുന്നവർക്കും കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന അതേ ഗവൺമെൻറ് തന്നെ അവരുടെ ഖജനാവിൽ നിന്ന് ഈ ജനങ്ങൾ കൊടുത്ത നികുതിപ്പണമെടുത്ത് കുത്തിച്ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇതേ ചോദിക്കുകയാണ്. അപ്പോൾ സ്ത്രീപക്ഷമല്ല, സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ്. തൊഴിലാളി പക്ഷമല്ല, തൊഴിലാളികൾ തെരുവിൽ സമരം ചെയ്യാണ്. അത് പരിഗണിക്കുന്നില്ല, പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ നടപടികൾ ഇനിയും വന്ന് ജനങ്ങളുടെ ഇടയിൽ കള്ളം പറഞ്ഞ് വോട്ട് വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ കാണുക, ഞങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ്, അത് ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കുവാൻ അദ്ദേഹം മോഷണം നടത്തിയെന്ന് വരെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. കോന്നി മെഡിക്കൽ കോളേജിലെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. എവിടെ നോക്കിയാലും ആ ചികിത്സ തേടിപ്പോകുന്ന ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടായാൽ അവരെ പരിഗണിക്കുക, അവർക്ക് ആശ്വാസം നൽകുക എന്നതല്ല, അവരെ പരിഹസിക്കുക എന്ന് പറയുന്നത്. എന്നാൽ സമ്പൂർണ്ണമായും ഒരു പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്ഥിതി നമുക്കറിയാം. ആറന്മുള മണ്ഡലത്തിൽ ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത്? ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരു സ്വതന്ത്ര യൂണിയൻ ആയതുകൊണ്ട് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല ഞങ്ങൾക്ക് അഭിപ്രായം, ആർക്ക് വോട്ട് ചെയ്യരുത്. ഈ രീതിയിൽ തൊഴിലാളികളെ, സ്ത്രീകളെ പരിഗണിക്കാത്തൊരു ഗവൺമെൻറ് ഇനിയും അധികാരത്തിൽ വന്നാൽ അത് കൂടുതൽ അപകടമാകുമെന്നുള്ളതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുതെന്ന് മാത്രമാണ് ഞങ്ങൾ വളരെ വ്യക്തമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. അതായത് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട, മറ്റേത് മുന്നണിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. അതാണ് വോട്ടർമാരോട് പറയുന്നത്. തീർച്ചയായും അത് അവരുടെ ചോയ്സാണ്, അത് അവരുടെ ചോയ്സ്. ഇതെന്തുകൊണ്ട് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. നടക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. അതിന് മുന്നേയുള്ള മാസത്തിൻ്റെ ഇൻസെൻറ്റീവ് തന്നിട്ടില്ല, പൾസ് പോളിയോയുടെ തന്നിട്ടില്ല, ലെപ്രസി സർവേയുടെ തന്നിട്ടില്ല. പൊരുവെയിലത്ത് ഞങ്ങളെ കൊണ്ട് പണിയെടുക്കുന്നതിന് ഒരു കണക്കുമില്ല. പക്ഷേ ആശാ വർക്കർമാർക്ക് തരാൻ പൈസയില്ല. കോടികൾ മുടക്കി ഫ്ലക്സ് വയ്ക്കുന്നതിന്, BR വർക്ക് ചെയ്യുന്നതിന് അവർക്ക്
പൈസയുണ്ട്. പക്ഷേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നട്ടല്ലായ ആശാ വർക്കർമാർ കണ്ണ് തുറന്ന് കാണുന്നതിന് അവർക്ക് കാഴ്ചശക്തി ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം ഈ സ്ത്രീകളെ അപമാനിച്ച, വനിതകളെ മൊത്തത്തിൽ അപമാനിച്ച ഈ സ്ത്രീയെ ഇവിടെ നിന്ന് വോട്ടിട്ട് ജയിപ്പിക്കരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇടതുമുന്നണി സർക്കാരിനെതിരെ തങ്ങൾക്ക് ചില പരാതികളുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ ഇടതുമുന്നണി സർക്കാർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യരുത്, മറ്റ് ഏത് മുന്നണിക്ക് വേണമെങ്കിലും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാം, അങ്ങനെയൊരു അഭ്യർത്ഥനയും ഒപ്പം തന്നെ ഒരു നിലപാടുമാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ആശാപ്രവർത്തകരുടെ വോട്ടഭ്യർത്ഥന തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.